ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ബി ഗെയിമിംഗ്. ഗായ്സ്, അപ്പം ഇന്ന് നിങ്ങൾ തമ്പനെയിൽ കണ്ടുപോലെ നമ്മളൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു സീക്രട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് മാപ്പിൽ നമ്മൾ ഉള്ള റോഡിൽ തന്നെയാണ്, GPS ഉള്ള റോഡ് തന്നെയാണ്. അപ്പം നിങ്ങൾ തമ്പനെയിൽ കണ്ട കേവും അതേപോലെ ആ ബ്രിഡ്ജും കാണാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ ബാൻഡിങ് ടു പുഴവക്കോട്ടോ എന്ന് പറഞ്ഞ റൂട്ട് മാപ്പിൽ ചൂസ് ചെയ്തിട്ട് നേരെ ഗെയിമിലോട്ട് എൻ്റർ ആവുക. അതുപോലെ നമ്മുടെ വയനാടൻ വ്ളോഗറാണ് ഇട്ടേക്കുന്നത്. വ്ളോഗറല്ല ഗൈസ്, സോറി, വയനാടൻ വ്ളോഗറിൻ്റെ പുതിയ വണ്ടിയായിട്ടുള്ള വയനാടനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ മോഡ് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും അതുപോലെ റിവറി ലിങ്കും മോഡിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിലെടുത്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തു തരാം. അപ്പം നമ്മൾ ഫസ്റ്റ് മാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രിഡ്ജും അതുപോലെ നമ്മുടെ ഒരു കേവും വരുന്നത്. അന്നേരം ഞാൻ ആദ്യം വിചാരിച്ച നമ്മൾ ഡെയിലി ചെയ്യുന്ന പോലെ സീക്രട്ട് പ്ലേസസിൻ്റെ ആയിട്ടൊരു ഷോർട്സ് ആയിട്ട് 59 സെക്കൻഡിൽ തന്നെയുള്ളൊരു ഷോർട്സ് ആക്കി ചെയ്യാൻ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ലോങ് വീഡിയോ ആക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാൻഡിങ് ടു പുഴവക്കോട്ടം എന്നുള്ള റോഡ് നമ്മുടെ സെക്കൻഡ് മാപ്പ് കയറി കഴിഞ്ഞാൽ ഒരു കിടിലൻ ഇൻട്രസ്റ്റിംഗ് റോഡാണ് നമ്മൾ ഓടിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളെ കാണിച്ചു തരുമെന്ന് എനിക്ക് തോന്നി. അന്നേരം അത് ഒന്ന് ഫീൽ ചെയ്യണം ഗൈസ്, നമ്മൾ തന്നെ ഓടിച്ചത് ഫീൽ ചെയ്യണം, എന്നാലേ ആ ഒരു ഇത് വരുള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റാണ്, ഇപ്പോൾ വഴിതെറ്റി പോയാലും മുന്നോട്ട് പോയാലും റോഡെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഈ ലാസ്റ്റ് അപ്ഡേറ്റ് കഴിഞ്ഞ പിന്നെ ഞാൻ ഇതുവരെ ഈ റോഡിൽ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഇതിപ്പോൾ പോകുന്നത്. അന്നേരം എനിക്ക് നല്ല അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനു മുന്നേ ഞാൻ ഇത്രയും നല്ല കിടിലനായിട്ട് നമ്മുടെ പടാങ് ടു ബുക്കിടിങ്ങി അതുപോലെ നമ്മുടെ മലാങ്കി ടു ഡെൻസ് പാസ എന്നുള്ള ആ 2 റൂട്ടാണ് ഈ ലാസ്റ്റ് 2 അപ്ഡേറ്റിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട റൂട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ റൂട്ടിൽ ഇതുവരെ പോയിട്ടില്ല. ലാസ്റ്റ് ഞാൻ ആദ്യം ഇത് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഈ റൂട്ടിലൊക്കെ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. അന്നേരമൊക്കെ എനിക്ക് ഈ റൂട്ടിൽ ഒരു റോഡിൻ്റെ കളറൊക്കെ അടക്കം ഒരു മാറ്റമായിരുന്നു. ഇപ്പം ഇതേപോലെ ഫുള്ള് സെൻട്രലൈസ്ഡ് റോഡ്സ് ഒന്നും അല്ല, അവിടെ ഫുള്ളൊരു ഓഫ് റോഡ് മയമൊക്കെ ആയിരുന്ന ഒരു റോഡായിരുന്നു ആ സമയത്ത്. ഞാൻ 2021 ആദ്യമായിട്ട് ഈ ബസ്സിൽ കളിക്കാൻ തുടങ്ങിയത്. അന്നേരം ഞാൻ ഈ റൂട്ടൊക്കെ ഏകദേശം ഫുള്ള് മാപ്പ് എടുത്തിട്ട് കളിക്കുമായിരുന്നു, നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന പോലെ. ഇപ്പോൾ വണ്ടിക്കാരൻ ചത്തുന്നത് നമ്മുടെ സ്കില്ലുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. അപ്പം നമ്മൾ അതേപോലെ കളിക്കുമായിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് അപ്ഡേറ്റ് 2024 ലാസ്റ്റ് ഡിസംബർ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റിൻസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആദ്യമായിട്ടായിരുന്നു റൂട്ടിൽ പോകുന്നത്. കിടിലെന്ന് പറഞ്ഞാൽ അതേപോലെ കിടിലൻ സാധനം. നിങ്ങളിത് ലാസ്റ്റ് വരെ കാണുക ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഈ വീഡിയോയുടെ അവസാനമാണ് നമ്മുടെ രണ്ട് സ്ഥലങ്ങൾ വരുന്നത്. ഒരു 3-4 സെക്കൻഡിൻ്റെ ഗ്യാപ്പിലാണ് നമ്മുടെ 2 സ്ഥലങ്ങളും നമുക്ക് കിട്ടുന്നത്. അന്നേരം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നാലും അത് മനസ്സിലാവുള്ളൂ ഈ റൂട്ടൊക്കെ ഗൈസ്. പിന്നെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു ടേണിങ് അങ്ങോട്ട് എടുക്കാനുള്ളൂ. സെക്കൻഡ് മാപ്പ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു ടേണിങ് അങ്ങോട്ട് എടുക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ തന്നെ നേരെ തന്നെയായി. പക്ഷേ അത് മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണം, എന്നാലും മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല ഗൈസ്. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ ഈ മാപ്പിൽ കൂടെ പോകുമ്പോൾ. നമ്മുടെ ഫസ്റ്റ് മാപ്പ് ഏകദേശം ഇവിടെ കൊണ്ട് കഴിയും. അപ്പം നമ്മുടെ സെക്കൻഡ് മാപ്പിലോട്ട് ഇപ്പോൾ എൻ്റർ ആവുന്നതാണ്. സെക്കൻഡ് മാപ്പിലോട്ട് എൻ്റർ ആകുമ്പോൾ ആദ്യം നമുക്ക് ഇതേപ്പോൾ നമ്മൾ ഫസ്റ്റ് മാപ്പിൽ ഇതുപോലത്തെ ഒരു റോഡാണ് നമുക്ക് കിട്ടുക. ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കോൺട്രാക്ടർമാരൊക്കെ ഇപ്പം നമ്മുടെ ഹൈവേസൊക്കെ ഫുള്ള് മെക്കാട് ടാറിങ് ആക്കിയതുപോലെ ഈ സൈഡിലൊരു ബാരിക്കേഡ്സ് ഒക്കെ വെച്ചിട്ട് ഒരു വെള്ളയും അതുപോലെ ബ്ലാക്കും ഒരു ഇല്യൂഷൻ പോലെ റോഡിലെ നമ്മളിപ്പം അങ്ങനത്തെ റോഡിൻ്റെ അകത്തോട്ട് നമ്മൾ എൻ്റർ ആവും. ഇപ്പോൾ അടുത്തായി ഗൈസ്, ഏകദേശം എൻ്റർ ആവാനായി അങ്ങനത്തെ റോഡിൻ്റെ അകത്തോട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏകദേശം എൻ്ററായി. അച്ഛനൊരു വിജയ ഹരിചന്ദ്ര സൊല്ല് ഏതാ ഓർത്തേക്കുന്നു.
ഗൈസ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വെള്ളയും ബ്ലാക്കും ഒരു മയം. ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഇതിലെ കൂടെ നമ്മൾ ഓടിക്കുന്ന ഡേഞ്ചറാണ്. കുറേ നേരം ഈ ഇല്യൂഷൻ കാണുമ്പോൾ നമ്മുടെ ഐസ് നമുക്കൊരു ബോധക്ഷയം പോലൊക്കെ വരും, നമ്മുടെ കൺട്രോളൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. അന്നേരം നമ്മളിങ്ങനെ ഇപ്പോൾ റിയൽ ലൈഫിലാണെങ്കിലും ഗെയിമിലാണെങ്കിലും നമ്മൾ ഈ വണ്ടി ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ടില്ല ഗൈസ്, കണ്ടില്ല ഗൈസ്. ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് പോയേക്കാം, അതാ സേഫ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇല്യൂഷനുള്ള ഈ കുറേ നേരം ഓടിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഐസിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കണം തല തിരിക്കണമെന്നല്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വണ്ടികളിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അതേപോലെ നമ്മുടെ വണ്ടിയുടെ മീറ്റർ കൺസോളിലോട്ടൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ ജസ്റ്റ് നമ്മുടെ ലുക്ക് മാറ്റണമെങ്കിൽ പിന്നെ ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസ് അധികമാണ്. നമ്മുടെ KSRTCയുടെ സ്വിഫ്റ്റൊക്കെ ഇങ്ങനത്തെ റോഡുകൾ വെച്ചൊക്കെ ആക്സിഡൻ്റ് ആവുന്ന കാണുന്നില്ലേ. പകരം ഡ്രൈവർ അണ്ണന്മാരുടെ കുഴപ്പമുകൊണ്ടാണ്, എന്നാലും ഇങ്ങനെ വരാം ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു മൗണ്ടൻ ടച്ചുള്ള ഒരു പച്ച പർവ്വതാനിയിലോട്ട് എൻ്റർ ആവാൻ പോവുകയാണ്. ഏകദേശം നമുക്ക് ആ റോഡിപ്പോൾ കിട്ടും. ഇനി ഫുള്ള് നമുക്ക് ഈ ബിൽഡിങ്സിൻ്റെ ഒക്കെ ബേക്കിലായിട്ട് മരങ്ങളും അതുപോലെ മലകളും മൗണ്ടൻസും ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ കൃഷിയൊക്കെ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ പോലെ. പക്ഷെ ഒരിടത്ത് നെല്ലില്ല ഒന്നുമില്ല ഗൈസ്, പറഞ്ഞു കഴിഞ്ഞില്ല ഇപ്പോൾ ഗൈസ്. ഇപ്പോൾ നമ്മുടെ വീടുകളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഫുള്ള് കാടും മരങ്ങൾ മാത്രം ഇതാണ്. ഇപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ റോട്ടിൽ നമുക്കൊരു കാർ വാഷിങ് വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. കിടങ്ങാണ് സെയിം റോട്ടാണ്. ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വയനാടൻ ബസ് കിഡിലും ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ കിഡിലും ബ്രേക്കിംഗ് പിടിച്ചെടുത്ത് നിൽക്കുന്ന വണ്ടി. അതേപോലെ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ ആണെങ്കിലും ഇത് മൾട്ടി ആക്സിലാണ്. മൾട്ടി ആക്സിലല്ല, സിംഗിൾ ആക്സിൽ വണ്ടിയാണ്. എന്നാലും ആ വളവൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് വരുന്നതേ ഗൈസ്. ഇപ്പോൾ സെക്കൻഡ് മാപ്പിൽ നിന്ന് തിരിയാനുണ്ടെന്ന് പറഞ്ഞതാ. സെക്കൻഡ് മാപ്പിൽ നമ്മൾ ഇവിടെ എത്തുമ്പോൾ മാപ്പിൽ നേരെയാണ് കാണിക്കുക, പക്ഷെ നമ്മൾ റൈറ്റിലോട്ട് ഈ മുകളിലോട്ട് റോഡിൽ കൂടെ കയറി പോകണം. എന്നാണ് നമ്മുടെ നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ബ്രിഡ്ജിലോട്ടും നമ്മുടെ ആ കേവും ബ്രിഡ്ജും നമുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഇത്രയും ദൂരം വന്ന പോലെ ആയിപ്പോവും. അപ്പം ഇതാണ് നമ്മൾ ഏകദേശം എത്താനായില്ല, ഇനി പോകാനുണ്ട്. നമ്മൾ ആ ഇതിൽ ഫ്ലോയിൽ വന്നതാണ് കേസ്, എപ്പോഴും പറയുന്ന പോലെ. താഴെക്കൂടെ ഒരു റോഡുണ്ട്, പക്ഷേ അതിൽ പോകാൻ പറ്റില്ല, ക്ലോസ്ഡ് ആണ്. അത് നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക റോഡിൻ്റെ, ഇതുവരെ കഴിഞ്ഞിട്ടില്ല റോഡിൻ്റെ വർക്കൊക്കെ. ഇതിന് പാലം നോക്കിയേ, ഇതൊക്കെ ഈ അപ്ഡേറ്റിൽ കൊണ്ടുവന്നതാണ് കേസ് ഇപ്രാവശ്യം. ഇതിന് മുന്നിൽ ഇതുണ്ടായിരുന്നോ എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ ഈ അപ്ഡേറ്റിൽ കൊണ്ടുവന്നതാണ്. ഇവിടെ ഒരു കിടിലൻ ഗൈസ്, ഈ ഭാഗത്ത് ഇവിടെ ഒരു കിടിലൻ ഹോസ്പിറ്റൽ ഉണ്ടായി. ഇത് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഗൈസ്. ഇതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ, കണ്ടില്ലേ ആ ഹൈ ലിഫ്റ്റർ ക്രെയിനൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ ഗൈസ്. ഈ റോട്ടിൽ മൊത്തം ഒരു പണി നടക്കുന്നേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഇപ്പം അത് കേരളത്തിലെ റോഡുകളൊക്കെ പോലെ എല്ലാത്തിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. അത് പുതിയ ബിൽഡിംഗ് ആണെന്ന് ഗൈസ്, വാടാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾക്ക്. അപ്പം നമുക്കിവിടെ ഒരു ഹോസ്പിറ്റലുള്ള സ്ഥിതിക്ക് നമ്മുടെ കൺവേർട്ട് ചെയ്ത ഡ്രീം ക്യാച്ചർ ഡ്രീം ക്യാച്ചർ ആംബുലൻസ് ആക്കി കൺവേർട്ട് ചെയ്ത ഡ്രീം ക്യാച്ചർ ഇവിടെ കൊണ്ട് ഇട്ടാലോ. ഈ ഡ്രൈവറിനെ സെറ്റാക്കാം. മഴയാണല്ലോ ഗൈസ്, ജനലൊക്കെ അടച്ചേക്കാം. വിൻഡോ ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വൈപ്പർ ഓണാക്കി ഇൻറ്റീരിയറിൽ നമ്മൾ ഇൻറ്റീരിയർ ക്യാമറ ഇട്ടുള്ള വണ്ടി ഓടിച്ചൊന്ന് മനസ്സിലാവില്ല ഗൈസ്. ഫുള്ള് ഒരു കൂളിംഗ് ഒടിച്ചുകൊണ്ടേ അത് എനിക്ക് മാത്രമാണ് അത് ഗൈസ്. അപ്പം നമ്മുടെ ബ്രിഡ്ജിലെത്തി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്, ഒരു കൊട വിരിച്ച പോലത്തെ ഒരു സാധനം. നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട അതേ സാധനമാണ് ഗൈസ്, ഒരു മായവും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, തമ്പ്നെയിലിൽ നിങ്ങൾ കണ്ട അതേ സാധനം ഗൈസ്. ഒരുമാതിരി കൊട വിരിച്ച പോലൊരു എനിക്കിഷ്ടപ്പെട്ടിത് വല്ലാണ്ട്. മുന്നേ ഒന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല ഈ റൂട്ടിൽ. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ പോകുക. നമുക്കൊന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാം, ഈ മഴയൊന്നും പോട്ടെ. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഇപ്പം എടുത്ത ഫോട്ടോ ഇവിടെ നമ്മുടെ തമ്മിൽ കൊണ്ട് ഇട്ടേക്കണം. ഫോട്ടോ എടുക്കുന്ന സീക്വൻസ് ഞാൻ കട്ടാക്കിയെന്നുള്ളൂ. ഇതിൽ പിന്നെ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് വരും. ഇപ്പം തന്നെ 10 മിനിറ്റ് ഉണ്ട്.
വീഡിയോ ലെങ്ത്ത്. അന്നേരം നമ്മൾ ഏകദേശം എത്താൻ ഇത് കഴിഞ്ഞ് കണ്ട ഒരു ആ ഗുഹയുടെ ഇത് കയറുന്ന പോലെ ഇതാണ് സാധനം. എന്ത് പേരൊക്കെ ഉണ്ട് ഗൈസ്, നമുക്ക് പേരൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകാം. എന്താണ് കബോ പാട്ടൻ ബണ്ടും സൽമാൻ ഡാറ്റ എന്താ ഐഡയാണ് സൈഡിലെന്താ ഐഡയാണെന്ന് വേണ്ടി എഴുതിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇതിൻ്റെ അകത്തൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വൈപ്പ് ഓഫാക്കിയില്ലേ ഗൈസ്. ഇത് ഷാഡോ ഒക്കെ എന്താ ക്ലാരിറ്റി, റിയലായിട്ട് ഓടിക്കുന്ന പോലെ ഗൈസ്. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജും അതേപോലെ നമ്മുടെ കേവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് ഓള് ഞെക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ ഇൻട്രസ്റ്റിംഗ് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.